ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നെബുലൈസേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൻ്റെ PDF ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ലോങ് ആക്കിയിട്ട് കാണാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഈ OT ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യൻ സ്റ്റുഡൻസിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെബുലൈസേഴ്സ്, ഓൾസോ കോൾഡ് എയറോസോൾ ജനറേറ്റേഴ്സ് ഓർ നെബുലൈസിങ് ഹ്യൂമിഡിഫയർ. ഇതിനെ നമുക്ക് എയറോസോൾ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ നെബുലൈസിങ് ഹ്യൂമിഡിഫയർ എന്നും പറയുന്നുണ്ട്. നെബുലൈസർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡെലിവർ ഡ്രഗ് ഓർ മെഡിസിൻ ഇൻ ദ ഫോം ഓഫ് എയറോസോൾ ഓർ മിസ്റ്റ് ആൻഡ് ഇറ്റ് ഡയറക്റ്റ്ലി ഇൻഹെയിൽഡ് ഇൻ ദ ലങ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. നെബുലൈസേഴ്സ് എന്ന് പറയുന്നത് ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിസിൻസിനെ എയറോസോൾ അല്ലെങ്കിൽ മിസ്റ്റ് ഫോമിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് പേഷ്യൻറ്റ് ഡയറക്റ്റായിട്ട് ലങ്സിലേക്ക് ഇൻഹെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് മാത്രമല്ല കുറച്ചുകൂടെ കൂടുതൽ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് പോകാം. ദ ഒപ്റ്റിമൽ പാർട്ടിക്കൽ സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 0.5 to 5 μm. ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, ആ ഡ്രോപ്ലെറ്റിൻ്റെ സൈസാണ് പറയുന്നത് 0.5 to 5 μm. പാർട്ടിക്കിൾസ് ലാർജർ ദാൻ 5 μm ആർ ടു ബിഗ് ടു റീച്ച് പെരിഫറൽ എയർവേസ്. അതായത് 5 μm കൂടുതൽ വലിയ ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിൽ പെരിഫറൽ എയർവേസിലേക്ക് അത് പോകാനായിട്ട് കുറച്ച് വലുതായിരിക്കും. വൈൽ ലെസ് ദാൻ 0.0 ആർ ടു ലൈറ്റ്. പക്ഷേ ലെസ് ദാൻ 0.5 ടു ലൈറ്റും ആയിരിക്കും. അത് തിരിച്ചു വരികയും ചെയ്യും എക്സ്പയർഡ് ഗ്യാസസ് വഴി, വിത്തൗട്ട് ബീങ് ഡിപ്പോസിറ്റഡ് ഇൻ എയർവേസിൽ ഡിപ്പോസിറ്റ് ആവുകയും ചെയ്യില്ല. ഓക്കെ, ദെൻ ഡ്രഗ്സ് ഡെലിവേർഡ് ബൈ നെബുലൈസേഴ്സ് ആർ. എന്തൊക്കെ ഡ്രഗ്സ് ആണ് നെബുലൈസേഴ്സ് വഴി നമ്മൾ ഡെലിവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, ദെൻ ഡീകൺജസ്റ്റൻസ്, ദെൻ മ്യൂക്കോലിറ്റിക് ഏജൻറ്റ്സ്, സ്റ്റിറോയിഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെക്സോൺ, ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ആ ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ ആയിട്ട് ചെയ്യാം. അത് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ 3 types ഓഫ് നെബുലൈസേഴ്സ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് നെബുലൈസേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഒന്ന് ജെറ്റ് നെബുലൈസർ, ദെൻ അൾട്രാസോണിക് നെബുലൈസർ, ദെൻ മെഷ് നെബുലൈസർ. ഇത്രയും നെബുലൈസേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നെബുലൈസർ ഈസ് വെഞ്ചറി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നെബുലൈസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി പേഷ്യൻ്റ് പൊസിഷൻ, നെബുലൈസേഷൻ കൊടുക്കുന്ന പേഷ്യൻ്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം? സിറ്റിംഗ് ഓർ ഹാഫ് ലൈയിങ്. ഒന്നിൽ ഇരിക്കുന്ന പൊസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഹാഫ് ലൈയിങ്, പകുതി കിടക്കുന്ന രീതിയിലുള്ള പൊസിഷൻ ആയിരിക്കണം. ഇനി എന്തൊക്കെയാണ് യൂസസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഡെലിവറി ഓഫ് ഡ്രഗ്സ്, സ്പെഷ്യലി ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെബുലൈസർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഹസാർഡ്സ് എന്ന് നോക്കാം. ഒന്ന് ബ്രോങ്കോസ്പാസം. ദെൻ ഇഫ് ഡ്രോപ്ലെറ്റ്സ് ആർ നോട്ട് വാംഡ്, ഹൈപ്പോതെർമിയ മേ ബി ഒക്കർ. ഡ്രോപ്ലെറ്റ്സ് വാംഡ് അല്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പോതെർമിയ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറയുന്നൊരവസ്ഥയാണ്. ഹൈപ്പോതെർമിയ ഡ്യൂറിങ് അനസ്തീഷ്യ ഫോർ നിയോനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ദെൻ ഇൻഫെക്ഷൻസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബിക്കോസ് മൈക്രോ organisms can be suspected in the water droplets. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ന്യൂമോതൊറാക്സ്, ദെൻ ക്രോസ് കണ്ടാമിനേഷൻ. ഇവയൊക്കെയാണ് ഹസാർഡ്സ് ഓഫ് നെബുലൈസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെബുലൈസേഴ്സ് ക്യാൻ ഡെലിവർ ഗ്യാസസ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ വിത്തൗട്ട് ഹീറ്റ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെബുലൈസേഴ്സ് ആർ കോസ്റ്റ്ലി ആണ്. ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ്. ദെൻ ന്യൂമാറ്റിക് നെബുലൈസേഴ്സ് റിക്വയർ ഹൈ ഗ്യാസ് ഫ്ലോ. ന്യൂമാറ്റിക് നെബുലൈസേഴ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് നെബുലൈസർ ആണ്. അതിന് ഹൈ ഗ്യാസ് ഫ്ലോ ആണ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ അൾട്രാസോണിക് നെബുലൈസേഴ്സ് റിക്വയർ എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അൾട്രാസോണിക് നെബുലൈസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇലക്ട്രിസിറ്റി വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് വാട്ടർ ഡ്രെയിനിങ് ഇൻ ടു ദ പേഷ്യൻ്റ് ഓർ ബ്ലോക്കിംഗ് ദ ട്യൂബിങ്. അല്ലെങ്കിൽ ഈ വാട്ടർ പേഷ്യൻറ്റിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോവുകയോ ട്യൂബിങ്ങിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നെബുലൈസേഴ്സ് എന്ന് പറയുന്നത്. നെബുലൈസർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമിഡിഫയർ തന്നെയാണ്. കാരണം ദ ഡിവൈസസ് വിച്ച് ഡെലിവർ എ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ടു റെസ്പിറേറ്ററി, ദാറ്റ് ഈസ് ഹ്യൂമിഡിഫയർ. അതായത് റെസ്പിറേറ്ററിയിലേക്ക് വാട്ടർ വേപ്പറുമായിട്ട് ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ കൂടുതലും എന്തെന്ന് പറയുന്നത്,
ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയുമാണ് നെബുലൈസേഴ്സിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെബുലൈസേഴ്സിൻ്റെ പൊസിഷൻ എങ്ങനെ പേഷ്യൻ്റ് പൊസിഷൻ ചെയ്യണമെന്ന് നോക്കി, ദെൻ എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കി, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കി, ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ പിന്നെ ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിന് ഇത്രയും പോയിൻറ്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇനി എന്തെങ്കിലും ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ക്ലാസ് ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.